സല്ലല്ലാഹു അലാ മുഹമ്മദ് അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ അമ്മാ ബഅദ്. മുഹറം 10 സ്മരിക്കപ്പെടുന്ന ചരിത്രമാണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ധീര ഷഹാദത്തിന്റെ ചരിതം. കൂഫക്കാർ ചതിച്ച് കൊലപ്പെടുത്തിയ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം. പിന്നീട് ആ കൂഫക്കാർ തന്നെ പശ്ചാത്താപം സ്വീകരിച്ചു. പശ്ചാത്തപിച്ചുകൊണ്ട് 4 വർഷത്തിന് ശേഷം മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരെ തേടി അവർ പുറപ്പെട്ടു. അവർക്കെതിരെ യുദ്ധപ്രഖ്യാപനങ്ങൾ നടത്തി. അവരുടെ ഖേദപ്രകടനങ്ങൾ കൊണ്ട് അവരുടെ ശരീരത്തിൽ അവർ കുത്തി മുറിവേൽപ്പിച്ചു. ഇന്നും ആ ആചാരം ഷിയാക്കൾ തുടരുന്നു. അവിടെയാണ് ഷിയായിസം ഉടലെടുക്കുന്നത്. കർബല പ്രദേശത്തെ സംബന്ധിച്ച് ഇപ്രകാരം മനസ്സിലാക്കാം. ബാഗ്ദാദിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഇറാഖിലെ ഒരു പട്ടണമാണ് കർബല. 9,70,000 ജനസംഖ്യയുള്ള പ്രദേശമാണ് അവിടെ. AD 680 നടന്ന കർബല യുദ്ധത്തിന്റെ പേരിലാണ് കർബല പ്രശസ്തമാകുന്നത്. കർബലയുടെ അന്തരീക്ഷം ഇപ്പോഴും ശോകമൂകമാണ്. ആ മണ്ണിൽ ധീരനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണീരിന്റെ നനവുകൾ ഇപ്പോഴും വറ്റിയിട്ടില്ല. കർബലയുടെ ഭൂമിയിൽ ചോര പുരണ്ട രക്തകണങ്ങൾ ഉണങ്ങാതെ ഇപ്പോഴും കിടക്കുകയാണ്. കർബലയുടെ പൊടിമണ്ണിൽ ഉരുണ്ടു വീണത് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പൗത്രനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും കുടുംബങ്ങളുടെയും അടക്കം 169 ആളുകളുടെ ശിരസ്സുകളും ശരീരങ്ങളുമായിരുന്നു. ഹിജറ 60-ാം വർഷം മുആവിയ റളിയല്ലാഹു തആല അൻഹു ആണ് അലി റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഭരണമേൽക്കുന്നത്. ഹസൻ റളിയല്ലാഹു തആല അൻഹു ഭരണമേറ്റെങ്കിലും ജനങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി, യുദ്ധ അന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ഹസൻ റളിയല്ലാഹു തആല അൻഹു സ്വയം ഖിലാഫത്തിൽ നിന്ന് പിന്മാറി. ഒടുവിൽ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭരണം തുടർന്നു. കർബല യുദ്ധത്തിന്റെ പശ്ചാത്തലം: 4ാം ഖലീഫ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് ശേഷം ഭരണം ഏറ്റെടുത്തത് ഹസൻ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. അധികം വൈകാതെ സമുദായത്തിന്റെ നന്മ ലക്ഷ്യമാക്കി മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കാൻ ഹസൻ റളിയല്ലാഹു തആല അൻഹു ധാരണയിലായി. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഭരണകാലത്ത് തന്നെ മകൻ യസീദിനെ അടുത്ത ഖലീഫയായി വിളംബരം ചെയ്തത് പലർക്കും അംഗീകരിക്കാനായില്ല. മദീനയിലെ പ്രമുഖ സഹാബിമാരെല്ലാം യസീദിന്റെ ഭരണം വേണ്ടെന്ന് തുറന്നു പറഞ്ഞു. യസീദിന്റെ കാർക്കശ സ്വഭാവവും പെരുമാറ്റ രീതികളുമായിരുന്നു അതിന് കാരണം. ഹിജറ 56-ൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണത്തിന് 5 വർഷം മുമ്പാണ് ഈ പ്രഖ്യാപനവും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു വഫാത്തായതോടെ മദീനയിൽ ഇസ്ലാമിക പ്രമാണങ്ങളുടെ മേൽ യസീദ് കൈവെക്കുമെന്ന് അവസ്ഥ വന്നു. അതോടെ പ്രതിഷേധങ്ങൾക്ക് ശക്തി കൂടി. മദീനയിൽ തന്നെ അംഗീകരിക്കാത്തവരെ കണ്ടെത്തി ബൈഅത്ത് ചെയ്യിപ്പിക്കാൻ ഗവർണർക്ക് ആജ്ഞ നൽകി. ഇസ്ലാമിക മൂല്യങ്ങൾക്ക് കോട്ടം സംഭവിക്കുന്നത് ഭയപ്പെട്ട് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയവർ മക്കയിലേക്ക് പുറപ്പെട്ടു. അവിടുത്തെ ജനങ്ങൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നിരന്തരം സന്ദർശിക്കുകയും അനുഗ്രഹം വാങ്ങുകയും പലപ്പോഴും അദ്ദേഹത്തിന് ചുറ്റും കൂടുകയും ചെയ്യുമായിരുന്നു. കൂഫയിലെ സ്ഥിതിഗതികൾ ഏറെ വ്യത്യസ്തമായിരുന്നു. അവിടെയാണ് ചരിത്രത്തിന്റെ കാതലായ ഭാഗം നമുക്ക് ബോധ്യപ്പെടുന്നത്, മനസ്സിലാകുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ലോകത്തിന്റെ നേതാവായി വരണമെന്ന് കൂഫക്കാർ അതിയായി ആഗ്രഹിച്ചു. യസീദിന്റെ ഭരണം തങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലെന്നും തങ്ങളുടെ മുന്നിൽ നിൽക്കാൻ ഒരു നേതാവായി ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ തന്നെ വേണമെന്നും അവർ നിരന്തരം കത്തുകളിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടേയിരുന്നു. മത നേതൃത്വമില്ലാതെ ഒരു സമുദായം വഴിതെറ്റാൻ പാടില്ലെന്ന ഉത്തമ ചിന്ത ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അലട്ടിയതുകൊണ്ട് അദ്ദേഹം കൂഫയിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഇവിടെയാണ് കർബലയുടെ ആദ്യ ഭാഗം ആരംഭിക്കുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂഫയിലെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ, അവർ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കാൻ പിതൃവ്യ പുത്രനായ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു തആല അൻഹുവിനെ അവിടേക്ക് അയച്ചു. കൂഫ നിവാസികൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രതിനിധിയെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുകയും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് ബൈഅത്ത് ചെയ്യാൻ താല്പര്യം അറിയിക്കുകയും ചെയ്തു. ആ സന്തോഷ വാർത്തയാണ്
മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു തആല അൻഹു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ അറിയിച്ചത്, തിരിച്ചയച്ചത്. അതേസമയം കൂഫയുടെ ഗവർണറായ നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഇടപെടൽ യസീദിനെ അനുകൂലിക്കുന്നവർക്ക് അസഹനീയമായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ ഭരണാധികാരിയായി ബൈഅത്ത് ചെയ്യുമെന്ന വിവരമറിഞ്ഞ കൂഫ ഗവർണർ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുതെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തത്. അവർക്കെതിരെ നീക്കങ്ങളൊന്നും നടത്താത്തത് ശത്രുത അധികമാകാൻ കാരണമായി. ഗവർണറെ മാറ്റണമെന്ന് ചിലർ യസീദിന് കത്തെഴുതുകയും തുടർന്ന് ബസറയിലെ ഗവർണറും പരുഷ സ്വഭാവക്കാരനുമായ ഇബ്നു സിയാദിനെ കൂഫയിലെ ഗവർണറായി യസീദ് നിശ്ചയിക്കുകയും ചെയ്തു. ഇബ്നു സിയാദ് പുതിയ ഗവർണറായപ്പോൾ യസീദിനെ അനുകൂലിക്കുന്നവർക്ക് വലിയ ശക്തിയായി. കൂഫയിലെ പുതിയ ഗവർണർ ഇബ്നു സിയാദിന്റെ സ്വഭാവം അറിയാമായിരുന്ന ജനങ്ങൾ വിഭ്രാന്തിയിലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനുള്ള സ്വാധീനം യസീദിന്റെ ഭരണത്തിന് കോട്ടം വരുത്തുമെന്ന് തിരിച്ചറിഞ്ഞ ചില ആളുകൾ അണിയറയിൽ രഹസ്യമായ ഗൂഢാലോചനകൾ നടത്തി. പുതിയ ഗവർണറുടെ ആഗമനം മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിനെയും കൂടെയുള്ളവരെയും ആശങ്കയിലാക്കി. ഇബ്നു സിയാദിന്റെ നിരന്തരമായ പ്രകോപനങ്ങളും ശിക്ഷാമുറകളും സഹിക്കാതെ വന്നപ്പോൾ മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവും സൈന്യവും ഗവർണറുടെ കൊട്ടാരം വളഞ്ഞു. കൊട്ടാരത്തിന്റെ മുന്നിൽ തടിച്ചുകൂടിയ ജനങ്ങളെ കണ്ടപ്പോൾ ഇബ്നു സിയാദ് പുറത്തിറങ്ങി എല്ലാ ഗവർണറും പയറ്റുന്ന അടവുകൾ പയറ്റി നോക്കി. പക്ഷേ ജനങ്ങൾ പാറ പോലെ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ പ്രലോഭനങ്ങൾ തുടങ്ങി. അതായത് ഇബ്നു സിയാദ് പൈസ കൊടുത്തുകൊണ്ട് ആളുകളെ വശത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. അധികം വൈകാതെ മുസ്ലിം റളിയല്ലാഹു തആല അൻഹുവിന്റെ ചുറ്റുഭാഗവും ശൂന്യമായി. തന്റെ കൂടെയുണ്ടായിരുന്നവർ പിന്തിരിഞ്ഞുവെന്നും താൻ ചതിക്കുഴിയിൽ വീണിരിക്കുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത് അപ്പോഴാണ്. ഒടുവിൽ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പിടിക്കപ്പെടുകയും കൊട്ടാരത്തിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. വധിച്ചു കളയാനായിരുന്നു രാജകൽപ്പന. ചതിയന്മാരായ ഒരു സമൂഹത്തിലേക്ക് നേതൃത്വം ഏറ്റെടുക്കാൻ വരുന്നത് ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു തആല അൻഹു കൂഫയിലേക്ക് വരരുത് എന്നും തിരിച്ചു പോകണമെന്നും കത്തെഴുതുകയും ആ സന്ദേശം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എത്തിക്കണമെന്ന് വസിയത്ത് നൽകുകയും ചെയ്തു. പക്ഷേ ആ കാലഘട്ടത്തിൽ സന്ദേശമെത്താൻ വലിയ പ്രയാസമായിരുന്നു. കാരണം ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ ഫോൺ സംവിധാനങ്ങളോ മറ്റ് ആശയവിനിമയ മാർഗങ്ങളോ അന്നുണ്ടായിരുന്നില്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ഈ സന്ദേശമെത്താൻ അധികം സമയം വേണ്ടി വന്നു. സന്ദേശം അറിഞ്ഞപ്പോൾ യാത്ര ഇപ്പോൾ ഭൂഷണമല്ല എന്ന് പലരും പറഞ്ഞു നോക്കിയെങ്കിലും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. മുന്നോട്ട് വച്ച കാൽ പിന്നോട്ട് വെക്കുന്നത് ഭീരുവിന്റെ അടയാളമാണെന്ന തത്വം ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നുവല്ലോ അദ്ദേഹം. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഘം കൂഫ ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. യുദ്ധത്തിന് തയ്യാറായി ഒരു സംഘം വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഇബ്നു സിയാദ് വൻ സൈനിക സന്നാഹങ്ങളോടെ കാത്തിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ വീക്ഷിച്ചു വരാൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞയച്ച അബ്ദുള്ള, ഖൈസ് എന്നീ ദൂതന്മാർ ഇബ്നു സിയാദിന്റെ വലയിൽ കുടുങ്ങി. അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹുവിനെ കൊട്ടാരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്കെറിഞ്ഞു കൊല്ലുകയും ഖൈസ് റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചു കളയുകയും ചെയ്തു. കൂഫയിലേക്ക് വരരുത് എന്ന മുസ്ലിം റളിയല്ലാഹു തആല അൻഹു അയച്ച സന്ദേശവും ദൂതന്മാർ വധിക്കപ്പെട്ടതും ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൂടെ ഉണ്ടായിരുന്ന പലരുടെയും മനസ്സിൽ പേടി ഉണർത്തുകയും പലരും പിന്തിരിയുകയും ചെയ്തു. എങ്കിലും മക്കക്കാരായ ഏതാനും പേർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് നെഞ്ചും വിരിച്ച് ശക്തി പകർന്നു. വഴിയിൽ വെച്ച് കൊഴിഞ്ഞുപോയവരെ കുറിച്ച് ആവലാതിപ്പെടാതെ അവർ കൂഫയിലേക്ക് യാത്ര തുടർന്നു. മുഹറം മാസം 7 സംഘം കർബലയിൽ വെച്ച് ഇബ്നു സിയാദിന്റെ സൈന്യത്തെ കണ്ടുമുട്ടി. ഇബ്നു സിയാദ് കർബലയിൽ എല്ലാം സംവിധാനിച്ചിരുന്നു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംഘത്തെ നേരിടാൻ ശക്തരായ 2 നേതാക്കളെയും വിന്യസിച്ചായിരുന്നു ഇബ്നു സിയാദിന്റെ യുദ്ധപ്പുറപ്പാട്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ നേരിടാൻ നിയോഗിച്ച സംഘത്തലവനായിരുന്ന ഹിജ്ർ ബിൻ സിയാദും ഉമർ ബിൻ സഅദ് ബിൻ അബി വഖാസും യുദ്ധത്തിന് താല്പര്യം കാണിച്ചില്ല. പകരം അവർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനോട് സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴേക്കും പിന്നിൽ നിന്ന് വന്ന അമ്പുകൾ യുദ്ധത്തിൽ തുടക്കം കുറിക്കുകയാണ് ഉണ്ടായത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു സംഘവും യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കർബല എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ ഇബ്നു സിയാദിന്റെ 1000 പേരടങ്ങുന്ന സൈന്യം അവരെ തടഞ്ഞു.
കൂഫക്കാരുടെ ക്ഷണപ്രകാരമാണ് താൻ വന്നതെന്നും അവർക്ക് ആവശ്യമില്ലെങ്കിൽ മക്കയിലേക്ക് തിരിച്ചു പോകാമെന്നും ഇമാം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അവരെ അറിയിച്ചു. എന്നാൽ അദ്ദേഹത്തെ ഇബ്നു സിയാദിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനാണ് തങ്ങളോടുള്ള കൽപ്പനയെന്ന് സൈനിക നേതാവ് അറിയിച്ചു. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം പറഞ്ഞു: ഒന്നുകിൽ യസീദിനെ ചെന്ന് കാണാൻ എന്നെ അനുവദിക്കുക, അദ്ദേഹവുമായി നേരിൽ സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊള്ളാം, അല്ലെങ്കിൽ മടങ്ങിപ്പോകാനോ അതിർത്തിയിലേക്ക് പോയി ദൈവമാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാനോ അനുവദിക്കുക. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഉപാധിയും ഇബ്നു സിയാദിന്റെ സൈന്യം സ്വീകരിച്ചില്ല. ഇബ്നു സിയാദിന് ബൈഅത്ത് ചെയ്യണമെന്ന് അവർ നിർബന്ധിച്ചു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു യസീദിനെ ശക്തമായ രൂപത്തിൽ എതിർക്കുന്ന ആളായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ പുത്രൻ ധീരനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു ജീവൻ നൽകി രക്തസാക്ഷിത്വം വരിച്ചാലും കയ്യൂക്കിന് മുന്നിൽ തലകുനിക്കുന്ന ആളായിരുന്നില്ല. അവസാനം ഇരു വിഭാഗവും ഏറ്റുമുട്ടി. ഇത് കണ്ട് ഷമീർ ബിൻ ദുൽഗുജിൻ എന്ന ആൾ തന്റെ കൂടെയുള്ള സൈന്യത്തെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെതിരെ തിരിച്ചു. അധികം വൈകാതെ ആ വിശുദ്ധ ശരീരം ഭൂമിയിൽ ഛേദനയേറ്റ് വീണു. സിനാൻ ബിൻ അനസ് എന്ന ആളായിരുന്നു ആ കൊടും ക്രൂരത ചെയ്തത്. ഹിജറ 61 മുഹറം 10 ഇസ്ലാമിക ചരിത്രത്തിലെ ആ കറുത്ത അധ്യായം അരങ്ങേറിയത്. സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളുടെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവാണ് എന്റെ പൗത്രന്മാരായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊഴിഞ്ഞ ആ മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിരസ് യസീദിന്റെ അടുക്കൽ ഹാജരാക്കപ്പെട്ടു. യസീദ് ആ ശിരസിനെ ഒരു വടി കൊണ്ട് അടിക്കാൻ തുടങ്ങി, അതിനെ നിന്ദിക്കാൻ തുടങ്ങി, അതിനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇത് കണ്ട് സഹാബി വര്യനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു ശക്തമായ ഭാഷയിൽ അതിനെ എതിർക്കുകയുണ്ടായി. ചരിത്രത്തിന്റെ ആകെ ചുരുക്കം ഇതാണ്: മുആവിയ റളിയല്ലാഹു തആല അൻഹു തന്റെ ജീവിതകാലത്ത് തന്നെ അടുത്ത ഭരണകർത്താവായി തന്റെ മകനായ യസീദിനെ തെരഞ്ഞെടുക്കുന്നു. യസീദ് ഒരു ദുഷ്ടനായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രമുഖരായ സഹാബാക്കളെല്ലാം എതിർത്തു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു എതിർത്തു. പക്ഷേ യസീദ് ജനങ്ങളെ പൈസ എറിഞ്ഞ് വശത്താക്കാൻ വേണ്ടി ശ്രമിച്ചു. യസീദിന്റെ എതിരെ നിന്ന കൂഫക്കാരെ പൈസ കൊടുത്തുകൊണ്ട് തന്റെ അംഗങ്ങളാക്കി, തന്റെ അനുയായികളാക്കി തിരിച്ചു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ പൂർണ്ണ സപ്പോർട്ട് ചെയ്തിരുന്ന കൂഫക്കാർ യസീദിന്റെ സ്ഥാനമാനങ്ങളും യസീദിന്റെ പൈസയും കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വഞ്ചിച്ചു, കൂടെ നിൽക്കാതെ നിന്നു. അങ്ങനെയാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനെ വഞ്ചിച്ച കൂഫക്കാർക്ക് പിന്നീടാണ് 4 വർഷങ്ങൾക്ക് ശേഷം ബോധമുണ്ടാകുന്നത്. അവർ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഘാതകരെ വധിക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടു. അവരുടെ ശരീരത്തിൽ സ്വന്തം മുറിവേൽപ്പിച്ചു. അവരുടെ ശരീരത്തിൽ ആയുധങ്ങൾ കൊണ്ട്, വാളുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചു. ഇന്നും മുഹറം 10 അവർ ആചരിക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ വഞ്ചകർ അവർ തന്നെയാണ്. അവരാണ് ഷിയാക്കൾ, ഷിയായിസം. കർബല പലതും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. യസീദുമാർ അവരുടെ ആവനാഴിയിൽ അമ്പ് രാഗിക്കൊണ്ടിരിക്കുന്നു. കർബലയിലെ രക്തസാക്ഷിത്വം നമ്മുടെ വിശ്വാസങ്ങൾക്ക് കരുത്തു പകരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിനും വിശ്വാസികൾക്കും ദറജകൾ പ്രദാനം ചെയ്യുമാറാകട്ടെ. അക്രമികളായ ഭരണാധികാരികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.